ഹായ് ദോസ്ത്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അൺഎഡിറ്റഡ് ആയിട്ടാണ് ഇടുന്നത്. കാരണം എഡിറ്റിംഗ് അറിയാത്തത് കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാതെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു പ്രചോദനമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അധികം വലിച്ചു നീട്ടാതെ തന്നെ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത്. ഇതൊരു സിനിമ റിവ്യൂ ആണ്. ദ കൺഫെഷൻ ഓഫ് എ മർഡറർ എന്ന ഒരു കൊറിയൻ മൂവിയുടെ റിവ്യൂ ആണ്. ഒരുപാട് പേര് ഉണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. ഓക്കെ. കൊറിയയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ 15 വർഷത്തിനുള്ളിൽ കൊലയാളിയെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ കൊലയാളി കുറ്റവിമുക്തനാണ്. 15 വർഷത്തിന് ശേഷം ആ കൊലയാളിക്ക് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് കുറ്റമേറ്റു പറയാം. ഇതാണ് കൊറിയയുടെ നിയമം. അതിനുശേഷം ആർക്കും ആ കൊലയാളിയെ ശിക്ഷിക്കാൻ പറ്റില്ല. ഈ നിയമം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു സീരിയൽ കില്ലർ 10-15 പേരെ കൊല്ലുന്നു. ആ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ വരും, പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സുഹൃത്തിനെ കൂടി സീരിയൽ കില്ലർ കൊല്ലുന്നു. ഒരു ദിവസം രാത്രി, മഴയുള്ള രാത്രിയിൽ തന്റെ കയ്യെത്തും ദൂരത്ത് വെച്ച് ആ സീരിയൽ കില്ലറിനെ ആ പോലീസ് ഉദ്യോഗസ്ഥന് നഷ്ടമാവും. ആ സീരിയൽ കില്ലർ രക്ഷപ്പെടുന്നതിന് മുന്നേ പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ഒരു മാർക്ക് കൂടെ ചെയ്തിട്ടാണ് പോകുന്നത്. ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്ന സീരിയൽ കില്ലറിനെ നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയുതിർക്കുന്നുണ്ടെങ്കിലും കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീട് കൊലകളൊന്നും നടന്നിട്ടില്ല. ചിലർ പറയുന്നു ആ സീരിയൽ കില്ലർ അതോടുകൂടി മരിച്ചു, ചിലർ പറയുന്നു ഇല്ല. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു എഴുത്തുകാരൻ ഒരു നോവൽ എഴുതുകയാണ്. 15 വർഷം മുന്നേ നടന്ന താൻ ചെയ്ത സീരിയൽ കൊലപാതകങ്ങളെ പറ്റിയുള്ള നോവൽ. എന്നിട്ട് നോവലിന്റെ അവസാന ലക്കത്തിൽ അദ്ദേഹം സമൂഹത്തിനോട് മാപ്പ് ചോദിക്കുകയാണ്. ആ നോവലാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വിറ്റഴിക്കുന്ന ഒരു നോവലായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇതിനോടകം തന്നെ ഒരുപാട് ഫാൻസുകൾ വന്നിട്ടുണ്ട്. ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എടുത്ത് പറയുന്നതാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ സീരിയൽ കില്ലർ എല്ലാം ഈ എഴുത്തുകാരൻ പറയുന്നത് അദ്ദേഹം ഒരു സീരിയൽ കില്ലർ അല്ല. ഇപ്പം മീഡിയാസ് എല്ലാം കൂടെ ആ സീരിയൽ കില്ലറിനോട് ചോദിച്ചു. അപ്പോൾ പറയുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പിടിക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധമാണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഒരു മീഡിയ പേഴ്സണ് ഒരു ബുദ്ധി തോന്നി. ശരി, നിങ്ങൾ രണ്ടുപേരും പറയുന്നതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയാൻ നമുക്കൊരു TV ഷോ വയ്ക്കാം. ഈ പോലീസുകാരന് ചോദിക്കാനുള്ളത് സീരിയൽ കില്ലറിനോട് നേരിട്ട് ചോദിക്കാം, സീരിയൽ കില്ലറിന് തിരിച്ചും ചോദിക്കാം. അപ്പോൾ അറിയാലോ. അപ്പോൾ സീരിയൽ കില്ലർ ഒരു കഥയും കൂടെ പറഞ്ഞു. താൻ ചെയ്ത ഒരു കൊലപാതകത്തിലെ ഒരു കഥ. അതായത് അദ്ദേഹം ഒരാളെ കൂടെ കൊന്നിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാമുകിയെ കൂടെയാണ്. ഇനിയും വേണോ TV ഷോ എന്ന്? ഇത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, ഞാൻ റെഡിയാണ്, നിങ്ങൾ TV ഷോ പ്രിപ്പയർ ചെയ്യും. ഇതോടുകൂടി ഈ സിനിമ കാണുന്നവർക്ക് ഡയറക്റ്റായിട്ട് ടെലഗ്രാമിലോ എവിടെയെന്ന് വെച്ചാൽ തപ്പിയെടുത്ത് കാണാം. ഓക്കെ. അതല്ല സിനിമ കാണാൻ സമയമില്ലാത്തവർക്ക് ബാക്കി കഥ കേൾക്കാം. TV ഷോ വരികയാണ്. പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്, സീരിയൽ കില്ലറും ഉണ്ട്. സീരിയൽ കില്ലർ ആണെങ്കിൽ താൻ ചെയ്ത ഓരോരോ കൊലപാതകങ്ങളെ പറ്റി ഇങ്ങനെ ഓരോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. സീരിയൽ കില്ലർ നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ നേരത്തെ പഠിച്ചെടുത്തതുപോലെ തന്നെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് സീരിയൽ കില്ലർ ആണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി തന്റെ കാമുകിയെ ഞാൻ കൊന്നിട്ടുണ്ട്, അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഇമോഷണലായ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വയലന്റ് ആവും. കുറച്ചു നേരത്തേക്ക് TV ഷോ നിർത്തിവെച്ച് സീരിയൽ കില്ലർ പുറത്തേക്ക് പോകും. സീരിയൽ കില്ലർ ചെയ്ത കൊലപാതകങ്ങളിൽ കുറെ പേരുണ്ടല്ലോ, അവരുടെ ബന്ധുക്കളിൽ ഒരാൾ സീരിയൽ കില്ലറിന് നേരെ വെടിയുതിർക്കും. അങ്ങനെ സീരിയൽ കില്ലർ ആശുപത്രിയിലാവുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരും, വീണ്ടും TV ഷോയിലേക്ക്. എന്നിട്ട് അപ്പോൾ ഈ തവണ TV ഷോയിൽ ഒരു പരിപാടിയും കൂടെ TV ഷോക്കാര് ആഡ് ചെയ്തു. അതായത് ജനങ്ങൾക്കും ചോദിക്കാം സീരിയൽ കില്ലറിനോട്. അങ്ങനെ ഓരോരുത്തരായിട്ട് കോൾ ചെയ്യുന്നു സീരിയൽ കില്ലർ. ഓരോരുത്തരും അവൻ ചെയ്ത കൊല ചെയ്ത ആൾക്കാരുടെ ബന്ധുക്കളാണ്. അവർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എൻ്റെ മോളെ കൊല്ലുന്നത്? അവൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? സീരിയൽ കില്ലർ മറുപടി പറയാണ്, ആ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഞാൻ രസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ. ഓരോരുത്തരെ വിഷമിപ്പിച്ച് ഓരോരോ കാളും കട്ട് ചെയ്യുകയാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, പോലീസ് ഉദ്യോഗസ്ഥനോട് ഈ സീരിയൽ കില്ലർ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും വിശ്വസിച്ചൂടെ എന്നെ? പോലീസ് ഉദ്യോഗസ്ഥൻ അവസാനം, ഓക്കെ നമുക്കിത് പരിപാടി നിർത്താം. അപ്പം നമുക്ക് ഇന്ന് പരിപാടി നിർത്താം. ഓക്കെ, എനിക്കിനി ഒന്നും പറയാനില്ല.
നീ തന്നെയാണ് എന്ന് പറഞ്ഞ് പകുതി സമ്മതത്തോടെ നിർത്താനായ സമയത്ത് TV ഷോയിലേക്ക് അവസാനമായിട്ട് ഒരു കോളും കൂടെ വരും. അപ്പൊ TV ഷോ റിപ്പോർട്ടർ പറഞ്ഞു നമുക്ക് ഇതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യും, നമ്മൾ ഇത്രയും അറ്റൻഡ് ചെയ്തില്ലേ, ഇനി ഇതും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യും. കോൾ അറ്റൻഡ് ചെയ്തതും ഒരാൾ ഒരു ഉറച്ച ശബ്ദത്തിൽ, ഒരു ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ഒരാൾ പറയുക, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എഴുത്തുകാരനെ നോക്കി അയാൾ പറയുകയാണ്, നിങ്ങളാണോ സീരിയൽ കില്ലർ എന്ന് പറയുന്നത്? അപ്പൊ പിന്നെ ഞാൻ ആരാ എന്ന് ആ ഫോണിൽ സംസാരിക്കുന്ന വ്യക്തി അപ്പോൾ അപ്പം സ്റ്റേജും ആ TV ഷോ ഒന്നടങ്കം ഞെട്ടി. അപ്പം ആ എഴുത്തുകാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളാണ് സീരിയൽ കില്ലറോ? കോളർ പറയുന്നു, യെസ്, ഐ ആം ദ സീരിയൽ കില്ലർ. നീ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും പറയണ്ട, ഞാൻ തന്നെയാണ് സീരിയൽ കില്ലർ. എല്ലാവരും അത്ഭുതപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എഴുത്തുകാരൻ ചോദിക്കുകയാണ്, ശരി, നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ നീയാണ് സീരിയൽ കില്ലർ ആണെന്ന് അറിയിക്കുക? പെട്ടെന്ന് തന്നെ ആ TV ഷോയിലേക്ക് ഒരു കാസറ്റ് എത്തി, ഒരു റെക്കോർഡറാണ് അവർ പ്ലേ ചെയ്യുന്നു. നോക്കുമ്പോൾ പണ്ട് നടന്ന ഒരു കൊലപാതകത്തിന്റെ ഓഡിയോ ക്ലിപ്പിംഗ്. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുന്നു, അദ്ദേഹമാണോ സീരിയൽ കില്ലർ എന്ന് അറിയാം. അപ്പൊ എഴുത്തുകാരനെ പറഞ്ഞു, നിങ്ങൾ വെറുതെ ചുമ്മാ ഉടായ്പ കാണിക്കാതെ, നിങ്ങളിൽ ഇതല്ല വേറെ തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു വൻ എഴുത്തുകാരന്റെ ഭാഗം ക്ലിയർ ആക്കുന്നു. എന്നിട്ട് എഴുത്തുകാരനെ വെല്ലുവിളിക്കാണ് സീരിയൽ കില്ലർ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നെ പോലെ ഇവിടെ വന്നിരിക്കാൻ? ഞാൻ സമ്മതിക്കും, കാരണം 15 വർഷം കഴിഞ്ഞു, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് യഥാർത്ഥ സീരിയൽ കില്ലർ ആണെങ്കിൽ നിങ്ങൾ വരാൻ പറഞ്ഞു. ആ വെല്ലുവിളി സീരിയൽ കില്ലർ ഏറ്റെടുത്തു. ഇത്തവണ സീരിയൽ കില്ലർ വരാമെന്ന് ഏറ്റു ഒരു ദിവസം പറയും. TV ഷോയ്ക്കാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര റേറ്റിംഗും, ജനങ്ങളെല്ലാം ഈ TV ഷോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ സീരിയൽ കില്ലർ എത്തുന്നതിന് മുമ്പേ സീരിയൽ കില്ലർ TV ഷോക്കാരോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്, അത് പാലിച്ചാൽ മാത്രമേ ഞാൻ ഇതിലേക്ക് വരുള്ളൂ. ഓക്കെ, അങ്ങനെ സീരിയൽ കില്ലർ പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് ഏത് വഴി കൂടെ വരണം എന്നൊക്കെ നിങ്ങളോട് പറയാം, ആ സമയത്ത് നിങ്ങൾ അതൊക്കെ ക്ലിയർ ആക്കി തരണം. ഓക്കെ, TV ഷോക്കാരെല്ലാം അത് ക്ലിയർ ആക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ അവർ രണ്ടുപേരുമായിട്ട് തുടങ്ങിയ TV ഷോയിലേക്ക് യഥാർത്ഥ സീരിയൽ കില്ലർ കൂടി വരിക. അദ്ദേഹം യഥാർത്ഥത്തിലുള്ള സീരിയൽ കില്ലർ ആണോ ഡ്യൂപ്പാണോ എന്ന് നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് സീരിയൽ കില്ലർ. അപ്പോ അവതാരകൻ ചോദിച്ചു, അതിനെന്താണ് തെളിവ്? അപ്പൊ ആ സീരിയൽ കില്ലർ പറഞ്ഞു, ഞാൻ പണ്ട് ഈ പോലീസുകാരന്റെ കാമുകിയെ കൊന്നിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു റെക്കോർഡർ ടേപ്പ് എടുത്ത് കൊടുത്തു. ടേപ്പ് ഇട്ട് നോക്കിയതും ഒരു റെക്കോർഡറിൽ അവിടുത്തെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരിതും കേൾക്കാം, ഒരു ഓഡിയോയും കേൾക്കാം, പോലീസ് ഉദ്യോഗസ്ഥന്റെ കാമുകിയും കാണാം. മരിക്കുന്നതിന് മുമ്പ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാമുകി പ്രഗ്നന്റ് ആയിരുന്നു. ഇത് കേട്ട പോലീസ് ഉദ്യോഗസ്ഥന് വിഷമം കൊണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവൻ വയലന്റ് ആവാൻ തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊല്ലാൻ നേരവും, എന്നിട്ട് ആ സീരിയൽ കില്ലർ പറഞ്ഞു, കൊല്ലാൻ നേരവും ആ കാമുകി പറയുമായിരുന്നു, നീ വരും, നീ ഒരു തന്റെ കാമുകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അവൻ നിന്നെ തേടി വരും, നിന്നെ പിടിക്കും. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ കാമുകൻ ഒരു കഴിവ് കെട്ടവനാണ്, ഒരിക്കലും എന്നെ പിടിക്കില്ല. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അപ്പൊ അവതാരം ചോദിച്ചു, ഇതിന്റെയൊക്കെ തെളിവ് വേറെ ഫിസിക്കലായിട്ടുള്ള തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു. സീരിയൽ കില്ലർ പറയുകയാണ്, ഓക്കെ, അതും തരാം. അങ്ങനെ സീരിയൽ കില്ലർ ആ വീഡിയോ വഴി തന്നെ ആ കാമുകയെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, എന്താണ് അവർക്ക് സംഭവിച്ചതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതെല്ലാം കേട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ജനങ്ങൾ. എന്നിട്ട് അദ്ദേഹം മേശപ്പുറത്ത് ഒരു കത്തിയും എടുത്തു, ഇതാണ് ഞാൻ കൊല ചെയ്യാൻ ഉപയോഗിച്ച നൈഫ് എന്ന് പറയും. എല്ലാവരും വൻ സീനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ തന്റെ ഉറയിൽ സൂക്ഷിച്ചിരുന്ന ആ പിസ്റ്റൾ എടുത്ത് അവിടുത്തെ ലൈറ്റിലേക്ക് വെടിവെക്കുന്നു. സീരിയൽ കില്ലറിനെ പിടിച്ച് ചാടി വീഴുന്നു. സീരിയൽ കില്ലർ ആ പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചിടുന്നു, എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഒരു ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ് എന്നല്ലേ, ആ എഴുത്തുകാരനെ സീരിയൽ കില്ലറിനെ അടിക്കുന്നു, എന്നിട്ട് ലോക്ക് ഇടുന്നു. ആ എഴുത്തുകാരനും പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ സീരിയൽ കില്ലറിനെ ട്രാപ്പാക്കി. എന്നിട്ട് പറയുകയാണ്, നീ ബുദ്ധിമാനായിരിക്കാം, പക്ഷെ നിന്നേക്കാൾ അതിബുദ്ധിമാന്മാർ ഇവിടെ ഉള്ള കാര്യം നീ മറക്കരുത്.
യഥാർത്ഥത്തിൽ ആ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് നോവലുകൾ എഴുതിയ എഴുത്തുകാരൻ പണ്ട് യഥാർത്ഥ സീരിയൽ കില്ലർ കൊന്ന കുടുംബത്തിലെ ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ ഇതിലേക്ക് കൊണ്ടുവന്നതും ആ എഴുതാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തതും ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഈ കേസിന്റെ A to Z കാര്യങ്ങൾ അറിയായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനും ആ എഴുത്തുകാരനായിട്ട് വന്ന പയ്യനും കൂടെ ചെയ്ത ഒരു ചെറിയ വിദ്യയായിരുന്നു ഈ സീരിയൽ കില്ലറിനെ പുറത്തു കൊണ്ടുവരാൻ. പക്ഷെ യഥാർത്ഥ സീരിയൽ കില്ലർ അപ്പോഴും ചിരിക്കുകയായിരുന്നു. മണ്ടമ്മ, ഇനി എന്ത് കാര്യം, 15 വർഷം കഴിഞ്ഞില്ലേ? പോലീസ് ഉദ്യോഗസ്ഥ പറയുകയാണ്, നീ ദൈവത്തിന്റെ ഒരു കൈ എപ്പോഴും എവിടെയെങ്കിലും കാണും. അതാണ് നിനക്ക് പറ്റിയ അബദ്ധം. ആ സീരിയൽ കില്ലർ സബ്മിറ്റ് ചെയ്ത, താനാണ് സീരിയൽ കില്ലർ എന്ന് തെളിയിക്കാൻ സബ്മിറ്റ് ചെയ്ത ആ വീഡിയോയിലേക്ക് ഓഡിയോ ഒന്നും കൂടെ പ്ലേ ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യമായിട്ട് നീയാണ് സീരിയൽ കില്ലർ എന്ന് തെളിയിക്കാൻ നീ സബ്മിറ്റ് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ മന്ത്രി ഒരിക്കലേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. ആ സത്യപ്രതിജ്ഞ ചെയ്ത ഡേറ്റും സമയവും ഇന്നും എല്ലാവർക്കും കാണാപാഠമാണ്. ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴേ 15 വർഷം തികയുള്ളൂ. 12 മണിയാവാൻ ഇനിയുമുണ്ട് മണിക്കൂറുകൾ. ഇനി മണിക്കൂറൊന്നും ഉദ്ദേശിച്ച 30 മിനിറ്റുകൾ. ഈ 30 മിനിറ്റുകളാണ്. 30 മിനിറ്റിന് മുമ്പേ നിന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നീ കൊലയാളിയാണ്. ഇത് കേട്ടതും ശരിക്കും പെട്ടെന്ന് തന്നെ തനിക്ക് തന്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരുന്ന പോലീസുകാരനെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ സീരിയൽ കില്ലറും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ ബൈക്കിൽ ചേസാണ്. അതിന്റെ വേറെ വശത്തോടു കൂടി എഴുത്തുകാരനും സീരിയൽ കില്ലറിനെ കാറിൽ ചേസ് ചെയ്യുന്നു. അങ്ങനെ മൂന്നുപേരും കൂടെ ഒരു സ്ഥലത്ത് വെച്ച് കൊളാപ്സ് ആവുന്നു. കൊളാപ്സിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സീരിയൽ കില്ലറിനെ പിടിക്കുന്നു. രണ്ടുപേരും തമ്മിൽ അടികൂടുന്നു. പക്ഷെ അന്നത്തെ 12 മണി കഴിഞ്ഞ സീരിയൽ കില്ലർ കുറ്റവിമുക്തനാണ്. 12 മണിയാവാൻ 5 മിനിറ്റാണ് ആ ഇടയ്ക്കുള്ള സമയപരിധി. അവർ തമ്മിൽ ഇപ്പോഴും മൽപ്പിടുത്തം നടത്തുന്നതേ ഉള്ളൂ. വേറെ പോലീസുകാർ അവിടെ എത്തിയതുമില്ല. അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സീരിയൽ കില്ലർ താൻ പിടിച്ച അടവുകളൊക്കെ എടുത്ത് പോലീസുകാരനെ അടിച്ചു വീഴ്ത്താൻ നോക്കുന്നു. പോലീസുകാരൻ തിരിച്ച് നോക്കുന്നു. ഈ സമയത്ത് എഴുത്തുകാരൻ കാറും കൊണ്ട് സീരിയൽ കില്ലറോട് ഇടിച്ചൊരു തെറിപ്പിക്കുന്നു. അതാണ് സിനിമയുടെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന. അവസാനം മൽപ്പിടുത്തത്തിലൂടെ സീരിയൽ കില്ലറിനെ പോലീസുകാരൻ പിടിച്ചു. പക്ഷെ 12 മണി കഴിഞ്ഞിരുന്നു. സീരിയൽ കില്ലർ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറ്റവിമുക്തനാണ്. ഇപ്പോഴും നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് തന്നെ പറയും. ഇദ്ദേഹത്തിന് നമുക്കിനി ശിക്ഷിക്കാനാവില്ല. പോലീസുകാർ അപ്പോഴേക്കും അവിടെ എത്തി. അവര് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം. പക്ഷെ ശിക്ഷിക്കാനാവില്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ സീരിയൽ കില്ലർ പറയുന്നു, കൂടിപ്പോയാൽ എനിക്കിതിന് തുച്ഛമായ കുറച്ച് ദിവസം റിമാൻഡ് കിടക്കും. അതിനുശേഷം ഞാൻ കുറ്റമുക്തനാവും. കാരണം എന്നെ ശിക്ഷിക്കാൻ ഒരു നിയമം ഇവിടെ ഇല്ലേ. ഇത് കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന പേന എടുത്ത് സീരിയൽ കില്ലറിന്റെ കഴുത്തിലേക്ക് ഇട്ടു. സീരിയൽ കില്ലർ അന്തം വിട്ടു. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അവളുടെ കാമുകൻ അത്ര മണ്ടനല്ല. നിന്നെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടാൽ നിന്നെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതാണ് ഈ ദിവസം. അന്തം വിട്ട് കണ്ടു നിൽക്കുകയാണ്. സീരിയൽ കില്ലറെ കുത്തി കൊന്ന ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ ശിക്ഷിക്കും. ഇനി നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞു തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലിലേക്ക് പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ സഹകരണം കൊണ്ട് അദ്ദേഹം 5 വർഷം കൊണ്ട് തന്നെ നേരത്തെ വെളിയിലേക്ക് വന്നു. പക്ഷേ എന്നിട്ട് ആ സമയത്ത് ജയിലിന്റെ വെളിയിൽ വെച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആലോചിക്കുകയാണ്, തന്റെ കാമുകിയെ കണ്ട അവസാനത്തെ തന്റെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവിടുന്ന സമയം കാമുകി പറഞ്ഞു, നീ എൻ്റെ, അന്ന് മഞ്ഞുകാലമായിരുന്നു. കാമുകി പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, നീ എൻ്റെ വീട്ടു വരെ കൊണ്ടുവിടണ്ട, എൻ്റെ അച്ഛൻ കണ്ട പ്രശ്നമാവും. ഓക്കെ, ഞാൻ ഇവിടെ ഇറങ്ങി നടന്നു പോയിക്കോളാം, ബൈ എന്ന് പറഞ്ഞു. കാമുകി തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വീഡിയോയാണ്, ഈ കാഴ്ചയാണ് കാമുകൻ അവസാനമായിട്ട് കണ്ടത്. ആ ഗ്യാപ്പിലാണ് ആ വില്ലൻ വന്ന ആ പെൺകുട്ടിയെ അടിച്ചുകൊണ്ടുപോയത്. ഇതോടുകൂടി ഒരു ഇമോഷണൽ രീതിയിൽ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വേറെയും കുറെ പ്രത്യേകതകളുണ്ട്. ഈ സിനിമ അവിടുത്തെ കുറെ കാലമായി പിന്തുടർന്ന ചില നിയമങ്ങളെ മാറ്റിയിട്ടുണ്ട്.
ചില നിയമങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താനും സഹായിച്ചു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ. ഇനി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരെയും കൂടെ കാണിക്കും. നിങ്ങളോ കണ്ടു, ഇനി അവരും കൂടെ കാണട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത സിനിമയുടെ റിവ്യൂ ആയി വീണ്ടും കാണാം. കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ സിനിമ പോയി കണ്ടു, ബോറടിക്കില്ല. അത്രയ്ക്ക് നല്ല പടമാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.